Hi friends, welcome back to another episode of KENZA Techs. My name is Russell Farhan. നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുക, അതുപോലെ ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക എന്നൊക്കെയുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കിത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ പോലുള്ള ഒരുപാട് വെബ്സൈറ്റ്സിലൊക്കെ ഞാൻ കയറി ഒരുപാട് നമ്മൾ നോക്കിയതാണ്. പക്ഷേ അതൊന്നും എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ ഇന്നലെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ പ്ലേ സ്റ്റോറിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടുകയാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ നല്ല രീതിക്ക് തന്നെ യൂസ്ഫുള്ളായ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധ്യമാകുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഫോട്ടോ റൂം എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയിക്കൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല. എങ്ങനെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇനി എഡിറ്റിങ്ങിനെ കുറിച്ചും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസിലായിരിക്കും കാണാൻ സാധിക്കും. അവിടെ ലാൻഡ്സ്കേപ്പ് എന്ന്, സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ, ക്രിയേറ്റ് എന്ന് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് സെലക്ട് ചെയ്യാണ്. ക്രിയേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അതിനുവേണ്ടി കൊണ്ടിപ്പോൾ എടുക്കുന്ന ഫോട്ടോ എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അതൊന്ന് സ്കാനായി വരാൻ കുറച്ചൊരു ടൈം എടുക്കും. ഇപ്പോൾ ഫോട്ടോ സ്കാനായി വന്നിട്ട് വളരെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ നല്ല രീതിക്ക് തന്നെ ഒരു ബഗ് പോലും ഇല്ലാതെയാണ് ഫോട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. ഈ ഒരു ഫോട്ടോ വളരെ നല്ല രീതിക്ക് ഒരു ബഗ് പോലും ഇല്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനിവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ഇറേസ് നോക്കി കഴിഞ്ഞാൽ PNG ആയി. അതിനുശേഷം നമ്മൾ ഡൗൺലോഡിൻ്റെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഗാലറി. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ല രീതിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വേറെയും ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ച് തന്നെ നമുക്ക് PNG ആക്കിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.